ഓരോ ദിനവും ഖുർആനിനൊപ്പം നന്മ വഴി 267 ദിവസം. സൂറത്തുൽ ബഖറ 260. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ أَرِنِي كَيْفَ تُحْيِي الْمَوْتَى قَالَ أَوَلَمْ تُؤْمِنْ قَالَ بَلَى وَلَكِنْ لِيَطْمَئِنَّ قَلْبِي قَالَ فَخُذْ 4 مِنَ الطَّيْرِ فَصُرْهُنَّ إِلَيْكَ ثُمَّ اجْعَلْ على كل جبل منهن جزءا ثم ادعهن يأتينك سعيا واعلم أن الله عزيز حكيم. ഇബ്രാഹിം ഒരിക്കൽ അപേക്ഷിച്ചതും ഓർക്കുക. നാഥ, നീ മരിച്ചവരെ ജീവിപ്പിക്കുന്നതെങ്ങനെയെന്ന് എനിക്കൊന്ന് കാണിച്ചു തരേണമേ. അവൻ ചോദിച്ചു, നീ ഇനിയും വിശ്വസിച്ചിട്ടില്ലയോ? അദ്ദേഹം ബോധിപ്പിച്ചു, തീർച്ചയായും വിശ്വസിച്ചിരിക്കുന്നു, എങ്കിലും എൻ്റെ മനഃശാന്തിക്ക് വേണ്ടിയാകുന്നു. അവൻ അരുൾ ചെയ്തു, ശരി, എങ്കിൽ 4 പക്ഷികളെ പിടിച്ച് അവയെ നിന്നോട് ഇണക്കുക. പിന്നെ അവയുടെ ഓരോ അംശം ഓരോ മലകളിൽ വെക്കുക. എന്നിട്ടവയെ വിളിച്ചു നോക്കുക. അവ നിന്നിലേക്ക് ഓടിയണയുന്നതായിരിക്കും. നീ മനസ്സിലാക്കിക്കൊള്ളുക, നിശ്ചയമായും അല്ലാഹു അജയ്യനും അഭിജ്ഞനുമാകുന്നു. ലോകത്തിന് വെളിച്ചം പകരുകയും മുഴുവൻ മനുഷ്യരെയും സത്യത്തിൻ്റെ മാർഗത്തിൽ വഴി നടത്തുകയും ചെയ്യേണ്ടവരാണ് നബിമാർ. തങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് ഉലച്ചിലില്ലാത്ത ജ്ഞാനവും ദൃഢബോധ്യവും അവർക്ക് വേണം. അതിനായി ലോകരക്ഷിതാവിനോട് അവർ പ്രാർത്ഥിക്കുകയും അള്ളാഹു അവർക്ക് പലവിധ ദൃഷ്ടാന്തങ്ങളും കാണിച്ചു കൊടുക്കുകയും ചെയ്യും. മൂസ അലൈഹിസ്സലാം അള്ളാഹുവെ കാണാൻ ആവശ്യപ്പെടുകയും പിന്നീടുണ്ടായ കാര്യങ്ങൾ ഖുർആൻ വിശദമാക്കുകയും ചെയ്തതാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു സംഭവമായിരുന്നല്ലോ ഇസ്രാ മിഅ്റാജ്. അത് ഈ ഇനത്തിൽ പെടുത്താം. അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ച് വിശ്വാസക്കുറവുണ്ടായിരുന്നതിനാലല്ല ഇത്. അള്ളാഹുവോട് ആവശ്യപ്പെട്ടു എന്നതു തന്നെ അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നുവെന്നതിൻ്റെ തെളിവാണല്ലോ. മാത്രമല്ല, അദൃശ്യത്തിൽ തന്നെ അള്ളാഹുവെ വിശ്വസിക്കുക എന്നതാണ് മുഅ്മിനിൻ്റെ പ്രാഥമിക യോഗ്യത. അസാധാരണവും അത്ഭുതകരവുമായ സംഭവങ്ങൾ നബിമാർക്ക് കാണിക്കപ്പെടാറുണ്ട്. മുഅ്ജിസത്തുകൾ എന്നാണ് അവക്ക് പറയുക. ഇവിടെ പരാമർശിക്കപ്പെട്ട സംഭവം പക്ഷേ പൊതുജനങ്ങൾക്ക് മുമ്പിലുള്ള പ്രദർശനമല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഹൃദയത്തിന് ദൃഢബോധ്യം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള ഒന്നായിരുന്നു അത് എന്നാണ് മനസ്സിലാവുന്നത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.